ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണുജി രഞ്ജിത്ത്. ഇന്നത്തെ ക്ലാസ്സിലെ നല്ല നല്ല കോഡിലൂടെയും കണക്ഷനിലൂടെയും കഥയിലൂടെയും ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യമായിട്ടുള്ള മൗര്യ സാമ്രാജ്യവും അതിലെ രാജാക്കന്മാരെയും കുറിച്ച് പഠിച്ചാലോ? മൗര്യ സാമ്രാജ്യത്തിലെ രാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തേണ്ടത് 3 ലെറ്റർ ആണ്. CBA. സാധാരണ ABC എന്നല്ലേ പറയുക? നമ്മൾ CBA എന്ന് പഠിക്കണം. അതിലെ C എന്നാൽ ചന്ദ്രഗുപ്ത മൗര്യ. ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യമായിട്ടുള്ള മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യ, അതാണ് C. എങ്കിൽ B എന്നാൽ അദ്ദേഹത്തിന്റെ മകനും അടുത്ത രാജാവുമായിട്ടുള്ള ബിന്ദുസാരൻ. എങ്കിൽ A എന്നാൽ ബിന്ദുസാരന്റെ പുത്രനായിട്ടുള്ള അശോകൻ. പിന്നെ രാജ്യം അല്ലെങ്കിൽ സാമ്രാജ്യം ബൃഹത്താവുമ്പോഴത്തേക്കും അവസാനമായി ഭരിക്കാനായിട്ട് വരുന്നത് ബൃഹത് രഥൻ. അങ്ങനെയും ഓർത്തോളൂ. അപ്പൊ ഇത്രയും രാജാക്കന്മാരുടെയും മൗര്യ സാമ്രാജ്യത്തിലെ വിശേഷങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ. ഈ ക്ലാസ്സിലേക്ക് നോട്ട് വേണമെന്നുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചാൽ ABCA തിരിച്ചു പറയുക. അപ്പൊ CBA ആവും. അതിൽ ആദ്യത്തെ ലെറ്റർ C. ആ C ഓർക്കുക. ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യത്തിലെ ആദ്യത്തെ രാജാവ്. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ സാമ്രാജ്യം എന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ സാമ്രാജ്യം സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ ധാരാളം ധനം വേണമല്ലേ? അപ്പൊ നല്ല ധനമുള്ള നന്ദവംശത്തിലെ അവസാന രാജാവായിട്ടുള്ള ധനനന്ദനെ തോപ്പിച്ചിട്ടാണ് ചന്ദ്രഗുപ്ത മൗര്യൻ ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം പണിതത് എന്ന് കണക്ട് ചെയ്ത് വെക്കൂ. ഏത് വർഷമാണ് മൗര്യ സാമ്രാജ്യം ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 321 BC. അതും തലതിരിച്ചാണ്. 3, 2, 1. CBA എന്ന് പറയും പോലെ ABC തലതിരിച്ചിട്ടാൽ CBA ആവും. അതുപോലെ തന്നെ 1, 2, 3 തലതിരിച്ചിട്ടാൽ 3, 2, 1 ആവും. ഈ ഒരു കണക്ഷൻ ഉണ്ട് മൗര്യ സാമ്രാജ്യത്തിന്. അപ്പൊ അങ്ങനെ ഓർത്തു വെക്കൂ. മൗര്യ സാമ്രാജ്യം ആരംഭിക്കുന്നത് BC 321, 3, 2, 1. ആര് എന്ന് ചോദിച്ചാൽ CM എന്നോർത്തോളൂ. അതാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. എങ്കിൽ BC 321 മുതൽ BC 185 വരെയായിരുന്നു മൗര്യ സാമ്രാജ്യത്തിന്റെ കാലഘട്ടം. ക്യാപിറ്റൽ എവിടെ എന്ന് ചോദിക്കും. പാടലീപുത്രം. പാടം പോലെ നീണ്ടു നിവർന്ന് കിടക്കുന്ന സ്ഥലത്താണ് ആദ്യത്തെ സാമ്രാജ്യം വന്നതെന്ന് ഓർത്താൽ മതി. അതാണ് പാടലീപുത്രമായിരുന്നു ക്യാപിറ്റല്. ഇന്ന് ബീഹാറിന്റെ ഭാഗമായിട്ടുള്ള പാറ്റ്നയാണ് പാടലീപുത്രം. പഴയ നഗരങ്ങൾ, ഇന്നത്തെ നഗരങ്ങളുടെ പഴയ നാമങ്ങൾ നമ്മൾ കോഡിലൂടെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടോളൂ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി, സ്റ്റാറ്റിക് GK എന്ന ഭാഗത്ത്. ആദ്യമായി ഒരു കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥയ്ക്കും മുനിസിപ്പൽ ഭരണത്തിനും തുടക്കം കുറിച്ചത് ആര് എന്ന് ചോദിക്കും. അത് CM ആണ്, ചന്ദ്രഗുപ്ത മൗര്യൻ. കാരണം അദ്ദേഹം ആരംഭിച്ചത് വലിയൊരു സാമ്രാജ്യമാണല്ലേ. അപ്പൊ സാമ്രാജ്യം കേന്ദ്രീകരിച്ച് വേണം ഭരിക്കാൻ, അല്ല എന്നുണ്ടെങ്കിൽ തകർന്നു പോകും. അപ്പൊ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചിരിക്കുമ്പോഴത്തേക്കും കേന്ദ്രീകരിച്ച ഒരു ഭരണം വേണം, പിന്നെ മുനിസിപ്പൽ ഭരണവും വേണം. അതാത് മേഖലകളെ മുനിസിപ്പലായിട്ട് തിരിച്ചിട്ട് അവിടെ ഒരു ലീഡർ വേണം. അങ്ങനെ എല്ലാത്തിന്റെ അണ്ടറിൽ നിന്നിട്ട് സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി ഭരിക്കും എന്നോർത്തോളൂ. എങ്കിൽ ആദ്യമായി കനേഷുമാരി നടത്തിയ ഇന്ത്യൻ ചക്രവർത്തി ആര് എന്ന് ചോദിച്ചാൽ അതും CM ആണ്, ചന്ദ്രഗുപ്ത മൗര്യൻ. സാമ്രാജ്യമല്ലേ, അപ്പൊ ധാരാളം ആൾക്കാരുണ്ടാവും. അപ്പൊ കൃത്യമായിട്ടുള്ള ആൾക്കാരുടെ സെൻസസ് എണ്ണി തിട്ടപ്പെടുത്തണം. പുറത്തുനിന്നുള്ള വരുത്തന്മാരൊന്നും വരാതെ നോക്കണം. അപ്പൊ അത് വെച്ചിട്ട് ഓർത്താൽ മതി. ചന്ദ്രഗുപ്തനാണ് ഇന്ത്യയിൽ ആദ്യത്തെ കനേഷുമാരി അഥവാ സെൻസസ് എടുക്കുന്നത്. ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ആദ്യത്തെ ചക്രവർത്തി ആര് എന്ന് ചോദിക്കും. അതും ചന്ദ്രഗുപ്ത മൗര്യനാണ്. കാരണം അദ്ദേഹം ഉണ്ടാക്കിയത് ആദ്യത്തെ സാമ്രാജ്യമാണ്. അപ്പൊ ആദ്യത്തെ ചക്രവർത്തിയും അദ്ദേഹം തന്നെ ആയിരിക്കും ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ചത് എന്നോർത്തോളൂ. എങ്കിൽ ഗ്രീക്ക് രേഖകളിൽ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് എന്ത് എന്ന് ചോദിക്കും. അതാണ് സാൻഡ്രോ കോട്ടസ്. ചന്ദ്ര സാൻഡ്ര ആ രീതിയിൽ ഓർത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെയും ഓർക്കൂ, കട്ടയ്ക്ക് നിൽക്കുന്ന ചന്ദ്രൻ, അതാണ് സാൻഡ്രോ കോട്ടസ്. അങ്ങനെ വിളിക്കാൻ ഒരു കാര്യവും ഉണ്ട്. കാരണം അലക്സാണ്ടറിന്റെ മരണശേഷം BC 305 ഗ്രീക്ക് രാജാവായിട്ടുള്ള സെല്യൂക്കസ് നിക്കേറ്ററെ ചന്ദ്രഗുപ്തൻ മൗര്യൻ തോൽപ്പിച്ചു. കാരണം ഇത് അലക്സാണ്ടറിന്റെ കാലമൊന്നും അല്ല, ഇന്ത്യയിലെ ആദ്യത്തെ ചക്രവർത്തി വന്നു. ഇത് ചുമ്മാ തൊട്ടിട്ട് പോകാനൊന്നും പറ്റൂല എന്ന് ഓർത്താൽ മതി. സെല്യൂക്കസ് നിക്കേറ്ററെ CM നിർത്തി തോൽപ്പിച്ചു. നിക്കേറ്ററിനെ CM തോൽപ്പിച്ചു എന്ന് ഓർത്താൽ മതി. ചന്ദ്രഗുപ്ത മൗര്യൻ തോൽപ്പിച്ച ഗ്രീക്ക് രാജാവായിരുന്നു സെല്യൂക്കസ് നിക്കേറ്റർ. എങ്കിൽ ഇതേ തുടർന്ന് അടുത്ത് സംഭവിക്കുന്നത് ചന്ദ്രഗുപ്തൻ നിർത്തി തോൽപ്പിച്ച നിക്കേറ്ററിന്റെ മകളെ
നിക്കേറ്റർ അദ്ദേഹത്തിന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുകയാണ്. യുദ്ധത്തിന് തോപ്പിച്ചപ്പോഴത്തേക്ക് ഇദ്ദേഹം എന്ത് വേണമെന്ന് ചോദിച്ചു നടത്തുവാൽ മതി ചന്ദ്രഗുപ്ത മൗര്യനോട്. അപ്പൊ തിരിച്ച് പുള്ളി പറയും, മാമന്റെ മോളെ കെട്ടിച്ച് തരുമോ? പിന്നെന്താ, അങ്ങനെ നിക്കേറ്ററിന്റെ മകളെ ഇദ്ദേഹത്തിന് കെട്ടിച്ചു കൊടുക്കുന്നു. അതിന്റെ പാരിതോഷികമായിട്ട് ചന്ദ്രഗുപ്തൻ മൗര്യൻ തിരിച്ച് അദ്ദേഹത്തിന് 500 യുദ്ധ ആനകളെ നൽകുകയാണ്. യുദ്ധത്തിനെല്ലാം കൊണ്ടുപോകാനായിട്ട് ഉതകുന്ന 500 ആനകളെ തിരിച്ചു നൽകി. അതിന് പകരമായിട്ട് തിരിച്ച് ഇദ്ദേഹവും നിക്കേറ്ററും വീണ്ടും 3 പ്രധാനപ്പെട്ട ഭൂപ്രദേശങ്ങൾ നൽകുന്നുണ്ട്. വേറെയും പ്രദേശങ്ങളുണ്ട്. നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട 3 ഭൂപ്രദേശങ്ങൾ: 1 കാണ്ഡഹാർ, 2 ബലൂചിസ്ഥാൻ, 3 കാബൂൾ. 3 ഇപ്പൊ പ്രശ്നം നടക്കുന്ന ഏരിയ അല്ലേ. മരുമോന് സ്നേഹത്തോടു കൂടി കൊടുത്തതാണ്, ഭാവിയിൽ വിഷയം ഉണ്ടാവും അറിയാം. നീ ഇത് വെച്ചോ, നീ ഇത് എടുത്തോ എന്ന് പറഞ്ഞ് കൊടുത്തു എന്ന് പറഞ്ഞാൽ മതി. 1 കാണ്ഡഹാറാണ്, അഫ്ഗാൻ ഏരിയയിലാണ്. അരാക്കോസിയ എന്നുള്ളതായിരുന്നു പഴയ നാമം. എങ്കിൽ 2 ബലൂചിസ്ഥാൻ, ജഡ്രോസിയ എന്നുള്ളതായിരുന്നു പഴയ നാമം. ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ ഇറാൻ വന്നിട്ട് അതിർത്തി മേഖലയിലുള്ളതാണ്. ഇപ്പോഴും പ്രത്യേക രാഷ്ട്രമാക്കണം എന്ന് പറഞ്ഞിട്ട് ധാരാളം വിഷയം നടക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് ബലൂചിസ്ഥാൻ. 3 കാബൂള്, അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായിട്ടുള്ള കാബൂളാണ്. പഴയ പേര് പാരാപോനിസഡെ എന്നാണ്. അപ്പോ രാജ്യങ്ങളും തലസ്ഥാനങ്ങളും കോഡിലൂടെ എടുത്ത ക്ലാസ് ഉണ്ട് സ്ട്രാറ്റജിക് എന്ന ഭാഗത്ത്. നിങ്ങൾ നോക്കിയാൽ മതി പ്ലേലിസ്റ്റിൽ, അല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോ അങ്ങനെ പരസ്പരം അവര് പാരിതോഷികമൊക്കെ കൈമാറി കല്യാണവും കഴിഞ്ഞ് പോയി എന്ന് ഓർത്താൽ മതി. എങ്കിൽ അദ്ദേഹത്തിന്റെ കാലത്ത് ഇന്ത്യ സഞ്ചരിച്ച ഗ്രീക്ക് സഞ്ചാരി ആര് എന്ന് ചോദിക്കും. അത് ഈ രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചോ. മാ എന്നാൽ മൗര്യൻ, മീ എന്നാൽ മെഗസ്തനീസ്. അപ്പോ ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്ത് ഇന്ത്യ സഞ്ചരിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെഗസ്തനീസ് ആണ്. എങ്കിൽ വേറൊരു കോഡുണ്ട്, ഫ എന്നാൽ ഫാഹിയാൻ, വി എന്നാൽ വിക്രമാദിത്യൻ അഥവാ ചന്ദ്രഗുപ്ത രണ്ടാമൻ. എങ്കിൽ മറ്റൊരു കോഡുണ്ട് ഹു എന്നാണ്. ഹു എന്നോർത്തോളൂ. ഹ എന്നാൽ ഹർഷവർദ്ധൻ, ഹു എന്നാൽ ഹുയാൻസാങ്. അപ്പോ രാജാക്കന്മാരുടെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച വിദേശ സഞ്ചാരികളെ കുറിച്ച് ഇതുപോലെ കോഡിലൂടെ കണക്ട് ചെയ്തിട്ടുള്ള ക്ലാസ് ഉണ്ട്. അതും ഇന്ത്യ ചരിത്രം എന്ന ഭാഗത്ത് നോക്കിയാൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്കും കൊടുത്തേക്കാം. അപ്പോ മീ എന്നാണ്. എന്നാൽ മൗര്യന്റെ കാലത്ത് മീ മെഗസ്തനിസ് ആണ് വന്നത്. മാമി ഇൻഡിക്കയിൽ എന്ന് ഓർത്തോളൂ. യെസ്, മൗര്യന്റെ കാലത്ത് വന്ന മെഗസ്തനിസ് എഴുതിയ പുസ്തകമാണ് ഇൻഡിക്ക. അപ്പൊ മാമി ഇൻഡിക്കയിൽ എന്നാൽ മൗര്യന്റെ കാലഘട്ടത്തില്, മീ എന്നാൽ മെഗസ്തനിസ് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഇൻഡിക്ക. എങ്കിൽ ഭാവി എന്നാൽ ഫാഹിയാൻ വിക്രമാദിത്യന്റെ കാലത്ത് വന്നു. എങ്കിൽ ഹു എന്നാൽ എന്ന ഹർഷവർദ്ധന്റെ കാലത്ത് വന്നതാണ് ഹുയാസാങ്. എങ്കിൽ വേറൊന്നും കൂടെ ഉണ്ട്, ബിന്ദു സാരനാണ്. അതിലെ ഡി എന്നാൽ ഡയാമാക്കോസ്. ബിന്ദുസാരന്റെ കാലഘട്ടത്തിൽ വന്ന ഗ്രീക്ക് സഞ്ചാരിയാണ് ഡയാമാക്കോസ്. ഡി എന്ന് കണക്ട് ചെയ്യണം. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യമായിട്ടുള്ള മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കാനായിട്ട് ചന്ദ്രഗുപ്ത മൗര്യന് എല്ലാവിധ കുടില തന്ത്രങ്ങളും മെനഞ്ഞു കൊടുത്ത ഒരാളുണ്ട്. അതാണ് ചാണക്യൻ. ചാണക്യതന്ത്രം, കുടിലതന്ത്രം എന്നാണല്ലേ പറയുന്നത്. ചന്ദ്രഗുപ്ത മൗര്യന്റെ മെന്റർ ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ചക്രവർത്തിയുടെ മെന്റർ എന്ന് തന്നെ ഓർത്തോളൂ. ചാണക്യന്റെ മറ്റൊരു നാമം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൗടില്യ. ചാണക്യതന്ത്രം കുടിലതന്ത്രം എന്നാണ്. അപ്പൊ അത് വെച്ചിട്ട് ആ കുടില വെച്ചിട്ട് ഓർത്താൽ മതി, കൗടില്യ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷ്ണു ഗുപ്ത എന്നാണ്. ചാണക്യ വിഷ്ണു ഗുപ്ത രണ്ടിലും നായുണ്ട്. ആ രീതിയിലും കണക്ട് ചെയ്ത് വെച്ചോളൂ. ചാണക്യൻ ഒരു രാജ്യത്തിനെ ഭരിക്കേണ്ട രീതിയെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അതാണ് അർത്ഥശാസ്ത്രം. ഒരു രാജ്യത്തിനെ ഭരിക്കേണ്ട എല്ലാ അർത്ഥങ്ങളും അടങ്ങിയിട്ടുള്ള ശാസ്ത്രം ഏതോ അത് അർത്ഥശാസ്ത്രം. ചാണക്യന്റെ പുസ്തകമാണ്. അതിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത ആര് എന്ന് ചോദിച്ചാൽ ശ്യാമശാസ്ത്രിയാണ്. അർത്ഥശാസ്ത്രത്തിനെ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റിയത് ശ്യാമശാസ്ത്രി. അപ്പൊ രണ്ടിലും ശാസ്ത്രമുണ്ട്, അർത്ഥശാസ്ത്രം, ശ്യാമശാസ്ത്രി. എങ്കിൽ അർത്ഥശാസ്ത്രത്തെ ഏത് ഭാഷയിലാണ് എഴുതിയെന്ന് ചോദിക്കും. അത് സംസ്കൃത ഭാഷയിലാണ് അദ്ദേഹം എഴുതിയത് എന്നും ഓർത്തോളൂ. എങ്കിൽ നമുക്ക് അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. 1 രാഷ്ട്രതന്ത്രം. ഒരു രാജ്യത്തിന് ഏതൊക്കെ രീതിയിൽ പടുത്തുയർത്തണം, മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രാഷ്ട്രതന്ത്രമാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ സാമ്പത്തിക ശാസ്ത്രം. ആ രാജ്യം നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സമ്പത്ത് വേണമല്ലേ. സമ്പത്ത് കൈകാര്യം ചെയ്യാൻ വെൽ പ്ലാൻഡ് ആയിരിക്കണം. അപ്പൊ അത് ബേസ് ചെയ്ത് സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സ്. 3 നയതന്ത്രം. കൃത്യമായിട്ടുള്ള നയതന്ത്രം വേണം. ചുറ്റിനുള്ള വലിയ വലിയ രാജ്യങ്ങളൊക്കെ കൂട്ടുകക്ഷിയൊക്കെ ആക്കിയിട്ട് വേണം മുമ്പോട്ട് പോകാൻ. ഒരു പാല ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നിങ്ങളെ ആക്രമിക്കരുത്, തിരിച്ച് നിങ്ങൾക്കും വന്നിട്ട് നമ്മളെന്നും പ്രൊട്ടക്ഷൻ കാണും. ആ രീതിയിലൊക്കെ നയതന്ത്രപരമായിട്ടൊക്കെ ഏത് രീതിയിൽ പോകണം എന്നൊക്കെ പ്രതിപാദിപ്പിച്ചിരിക്കുന്ന ബുക്കാണ് അർത്ഥശാസ്ത്രം. ഇത് പ്രകാരം അദ്ദേഹം 7 രീതിയിൽ ഒരു രാഷ്ട്രത്തെ ഭരിക്കണം എന്നാണ് അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഏതൊക്കെയെന്ന് നോക്കാം. 1 രാജാവ്. രാജാവ് എന്നാൽ സ്വാമി എന്നാണ് അതിൽ പ്രതിപാദിക്കുന്നത്.
ഉത്പാദിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ രാജാവല്ലേ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആൾ, അപ്പൊ അദ്ദേഹത്തെ എല്ലാവരും സ്വാമി എന്ന് വിളിച്ചു എന്ന് ഓർത്തോളൂ. 2 മന്ത്രിമാരാണ്. രാജാവിന്റെ കൂടെ അദ്ദേഹത്തിന്റെ കൂടെ കട്ടയ്ക്ക് മന്ത്രിമാര് നിൽക്കും, അതിനെ അമാത്യൻ എന്ന് വിശേഷിപ്പിച്ചു എന്ന് ഓർത്തോളൂ. അമിത് ഷായെ വെച്ചിട്ട് ഓർത്താൽ മതി. അമിത് അമാത്യൻ അല്ലെ, ആഭ്യന്തര മന്ത്രിയാണ്. അപ്പൊ അത് വെച്ചിട്ട് അതുപോലെയുള്ള മന്ത്രിമാരുണ്ടായിരുന്നു, അമാത്യൻ ആ രീതിയിൽ കണക്ട് ചെയ്യണം. എങ്കിൽ 3 ജനപദം. ജനപദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉണ്ട് ജനങ്ങളെയും പ്രദേശങ്ങളെയും ഒക്കെ ഏത് രീതിയിലാണ് നോക്കേണ്ടത് എന്നൊക്കെ വിവരിച്ചിട്ടുള്ളത്. ജനപദം എന്നോർത്തോളൂ. എങ്കിൽ 4 ദുർഗ, കോട്ട. രാജ്യത്ത് സുരക്ഷയ്ക്കായിട്ട് കോട്ട തീർക്കേണ്ടത് ഏതൊക്കെ രീതിയിലാണ് എന്ന് വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ കോട്ട, ദുർഗ തീർത്ത കോട്ട എന്ന് ഓർത്താൽ മതി. എങ്കിൽ 5 ഖജനാവ്. രാജ്യത്തിന് ക്യാഷ് കൈകാര്യം ചെയ്യാനായിട്ട് ട്രഷറി വേണമല്ലേ, അപ്പൊ ഖജനാവ് ക്യാഷ് എന്നോർത്തോളൂ. അതേപോലെ തന്നെ പേരാണ് കോശം, ക്യാഷ്. കോശം എന്നാൽ ക്യാഷ് എന്നോർത്തോളൂ, അതാണ് ഖജനാവ്. എങ്കിൽ ദണ്ഡ എന്നാൽ അതിന് സൈന്യവും ഉൾപ്പെട്ടിട്ടുണ്ട്, ജുഡീഷ്യറിയും ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെ. രാജ്യത്ത് ആരെങ്കിലും അക്രമം കാണിച്ചു കഴിഞ്ഞാൽ സൈന്യം വന്ന് ദണ്ഡിക്കും എന്ന് ഓർത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ ആ കുറ്റം നിരത്തിയിട്ട് കോടതി ദണ്ഡിക്കും എന്ന് ഓർത്താൽ മതി. അപ്പൊ ദണ്ഡ അതിൽ സൈന്യവുമുണ്ട്, ജുഡീഷ്യറിയും ഉണ്ട്. എങ്കിൽ മിത്ര എന്നാൽ സഖ്യരാജ്യം എന്നും ഓർത്തോളൂ. സഖ്യരാജ്യങ്ങളെ മിത്രങ്ങളാക്കിയിട്ടാണ് മുമ്പോട്ട് പോകേണ്ടത്. അപ്പൊ സഖ്യം അതിൽ തന്നെ ഉണ്ട്, മിത്രം. പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇതിൽ വന്നിട്ട് സ്വാമി എന്ന് അർത്ഥശാസ്ത്രം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തിനെയാണ്? അപ്പൊ നിങ്ങൾ എഴുതണം രാജാവ്. എങ്കിൽ ദുർഗ എന്നാൽ എന്തിനെയാണ്? ദുർഗയുടെ കോട്ട എന്ന് ഓർത്ത് വെച്ചിട്ട് ദുർഗ എന്നാൽ കോട്ട എന്നും എഴുതിക്കോളൂ. എന്നാൽ ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിക്കും. അത് ചാണക്യനാണ്. ചാണക്യ ആ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. മാക്യവല്ലിയുടെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമാണ് ദ പ്രിൻസ്. രാഷ്ട്രതന്ത്രത്തെ കുറിച്ചിട്ടാണ് ഇതിൽ വിശകലനം ചെയ്യുന്നത്. അതേപോലെ സിമിലർ ആയിട്ടുള്ള ചാണക്യന്റെ പുസ്തകം തന്നെയാണ് അർത്ഥശാസ്ത്രം. ഇതിന് രണ്ടിനും ധാരാളം സിമിലാരിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ മാക്യവല്ലി എന്ന് ചാണക്യനെ വിശേഷിപ്പിക്കുന്നത്. എങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യൻ അവസാന കാലഘട്ടത്തിൽ സ്വീകരിച്ച മതമേത് എന്ന് ചോദിക്കും. അത് ജൈന മതമാണ്. മൗര്യൻ ജൈനൻ ആ രീതിയിൽ ഓർത്താൽ മതി. അപ്പൊ അതേ തുടർന്ന് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പൊ അതിനു മുന്നേ നമുക്ക് ഈ ഒരു കോഡിലൂടെ അത് കണക്ട് ചെയ്യാം. മൗര്യനെ ഭദ്രമായി ജൈനനാക്കി. മൗര്യൻ മെലിഞ്ഞു മരിച്ചു എന്ന് ഓർത്തോളൂ. മൗര്യൻ മെലിഞ്ഞു മരിച്ചപ്പോ ബലവും നഷ്ടപ്പെട്ടു. അപ്പൊ ആ രീതിയിൽ കണക്ട് ചെയ്യണം. മൗര്യനെ ഭദ്രമാക്കി ജൈനനാക്കി എന്നാണ് പറഞ്ഞത്. യെസ്, മൗര്യനെ ജൈനമതത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഭദ്രബാഹുവാണ്. അതാണ് മൗര്യനെ ഭദ്രമായി ജൈനനാക്കി. മൗര്യൻ മെലിഞ്ഞ് മരിച്ചു എന്നാണ് പറഞ്ഞത്. യെസ്, ചന്ദ്രഗുപ്ത മൗര്യൻ അവസാന കാലഘട്ടത്തിൽ അനുഷ്ഠിച്ച ഒരു വ്രതമുണ്ട്. അതിന്റെ പേരാണ് സല്ലേഖാന അഥവാ സന്താര. ഉപവാസത്തിലൂടെ ഭക്ഷണമൊന്നും കഴിക്കാതെ പട്ടിണി കിടന്നാണ് അദ്ദേഹം മരിച്ചത്. അതാണ് സല്ലേഖാന എന്നാൽ തള്ളേ നോ ഖാന, ആ രീതിയിൽ കണക്ട് ചെയ്യുക. നോ ഖാന, അതാണ് മൗര്യൻ മെലിഞ്ഞ് മരിച്ചപ്പോൾ ബലവും പോയി എന്നാണ് പറഞ്ഞത്. യെസ്, ബലം എന്നാൽ ശ്രാവണ ബലഗോളയിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പൊ ഈ രീതിയിൽ കണക്ട് ചെയ്യൂ. മൗര്യനെ ജൈനനാക്കിയത് ആരാണ്? ഭദ്രബാഹു. മൗര്യനെ ഭദ്രമായി ജൈനനാക്കി. എന്നിട്ട് എന്താ പറഞ്ഞ? മൗര്യൻ മെലിഞ്ഞ് മരിച്ചു. മെലിയുക എന്നാൽ സല്ലേ ഖാന, നോ ഖാന. ഖാന എന്ന് പറഞ്ഞ ഹിന്ദിയിൽ ഭക്ഷണം എന്നല്ലേ. ഖാനയൊന്നും കഴിക്കാതെയാണ് അദ്ദേഹം ആ വ്രതം അനുഷ്ഠിച്ച് മരിച്ചത്. അതിന്റെ മറ്റൊരു പേരാണ് സന്താര എന്നും ഓർത്തോളൂ. എവിടെ വെച്ച്? ശ്രാവണ ബലഗോളയിൽ. മെലിഞ്ഞു മരിക്കുമ്പോൾ ബലമെല്ലാം നഷ്ടപ്പെടുമല്ലേ, അത് വെച്ചിട്ട് ഓർക്കൂ. ശ്രാവണ ബലഗോളയിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. എങ്കിൽ ഇന്ത്യൻ ശിഖുവന്തി എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിക്കും. അതും ചന്ദ്രഗുപ്ത മൗര്യനാണ്. ചൈനയിലെ വൻമതിലൊക്കെ നിർമ്മിക്കാനായിട്ട് ഭൂരിഭാഗം പണി തീർത്തതും ചൈനയിലെ ആദ്യത്തെ സാമ്രാജ്യം നിർമ്മിച്ചതെല്ലാം വന്നിട്ട് ഈ ശിഖുവന്തിയാണ്. അപ്പൊ അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം തീർത്ത ചക്രവർത്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ അല്ലേ. അപ്പോ ഇന്ത്യൻ ശിഖുവന്തി എന്നറിയപ്പെടുന്നതും ചന്ദ്രഗുപ്ത മൗര്യനാണ് എന്ന് ഓർത്തോളൂ. അപ്പൊ ചന്ദ്രഗുപ്ത മൗര്യനെ കുറിച്ചിട്ട് ഇത്രയും കാര്യമാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. എങ്കിൽ അടുത്ത രാജാവായിട്ടുള്ള സി കഴിഞ്ഞ് പിന്നെ ബി ആണ്. ബിന്ദുസാരനിലേക്ക് നമുക്ക് കടക്കാം. ബിന്ദുസാരന്റെ കാലഘട്ടം BC 297 മുതൽ 272 വരെയുള്ള 25 വർഷ കാലഘട്ടമാണ് എന്ന് ഓർത്തോളൂ. ബിന്ദുസാരന്റെ പിതാവ് ചന്ദ്രഗുപ്ത മൗര്യനാണ്. സി കഴിഞ്ഞ് അടുത്ത് ബി ആണല്ലോ. എങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ ആര് എന്ന് ചോദിക്കും. അത് അശോക ചക്രവർത്തി. ചോദിച്ചിട്ടുണ്ട് ഈ ഓർഡർ. അതാണ് C B A എന്ന് പറഞ്ഞത്. ചന്ദ്രഗുപ്ത മൗര്യ, ബി ബിന്ദുസാര, എ അശോക. ഇദ്ദേഹത്തിന്റെ വിശേഷണം എന്താൽ അമിത്ര ഘാതക എന്ന് ആണ്. മിത്രമല്ലാത്തവനെ നശിപ്പിക്കുന്നവൻ. അമിത്ര ഘാതക എന്ന് വിളിച്ചപ്പോഴത്തേക്കും ബിന്ദുസാരൻ സാരമില്ല, കുഴപ്പമില്ല, ഞാൻ അതങ്ങ് സഹിച്ചു. അതാണ് ബിന്ദുസാരൻ. സാരമായിട്ട് എടുത്തില്ല. കാരണം അദ്ദേഹം പറയുന്നത് ഞാൻ സിംഹസേനനാണ് എന്ന് സ്വയം പറഞ്ഞു എന്ന് ഓർത്താൽ മതി. അദ്ദേഹത്തിന്റെ മറ്റൊരു നാമമാണ് സിംഹസേനൻ. ബിന്ദുസാര. അമിത്രഘാതക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം സാരമില്ല, ഞാൻ സിംഹസേനനാണ്, നീയൊക്കെ എന്തോ വിളിച്ചോ എന്ന് പറഞ്ഞു എന്നോർത്തോളൂ. എങ്കിൽ ഗ്രീക്കുകാർ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അമിത്രോ ഛേദസ് എന്നാണ്. അമിത്രോ ഛേദസ് എന്ന് ഗ്രീക്കുകാര് വിശേഷിപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗര്യ സാമ്രാജ്യം ദക്ഷിണേന്ത്യയിലേക്ക് മൈസൂർ വരെ
വ്യാപിപ്പിച്ചത് ഇദ്ദേഹമാണ്. സിംഹസേനൻ അഥവാ ബിന്ദുസാരൻ മൈസൂർ വരെ മൗര്യ സാമ്രാജ്യം വ്യാപിപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വന്ന ഗ്രീക്ക് സഞ്ചാരിയുണ്ട്, അതാണ് ഡയാമാക്കോസ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു BD, വലിക്കുന്ന BD വെച്ചിട്ട് ഓർത്താൽ മതി. അല്ല, B എന്നാൽ ബിന്ദുസാരൻ, D എന്നാൽ ഡയാമാക്കോസ്. എങ്കിൽ ഇദ്ദേഹം അനുഷ്ഠാനിച്ച മതമുണ്ട്, അതാണ് ആജീവിക മതം. ആജീവിക സന്യാസിയായ പിംഗല വത്സയുടെ സ്വാധീനത്താൽ ബിന്ദുസാരൻ ആജീവിക മതം സ്വീകരിച്ചു. പിംഗല വത്സ അദ്ദേഹത്തോട് പറഞ്ഞു, വത്സ ആജീവിക നീ സ്വീകരിച്ച് നല്ല രീതിയിൽ ജീവിക്കൂ. അച്ഛൻ സ്വീകരിച്ചത് ജൈനമതം, എങ്കിൽ ബിന്ദുസാരൻ സ്വീകരിച്ചത് ആജീവിക മതം. ബിന്ദുസാരന് ഒരു സാരവും ഇല്ലാതെ ജീവിക്കണം എന്നോർത്തുള്ളൂ. എങ്കിൽ മകനായിട്ടുള്ള അശോകൻ വരും. അശോകൻ സ്വീകരിച്ചത് ബുദ്ധമതമാണ് അവസാന കാലഘട്ടത്തിൽ. എങ്കിൽ ആദ്യം അദ്ദേഹം ഒരു ശിവഭക്തനും ആയിരുന്നു എന്ന് ഓർക്കണം. എങ്കിൽ മക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സുശീമൻ, തക്ഷശിലയിലെ ഭരണാധികാരിയായിരുന്നു. എങ്കിൽ ഉജ്ജയിനിയിലെ ഭരണാധികാരിയായിരുന്നു അശോകൻ. ഇദ്ദേഹത്തിന്റെ കാലഘട്ടം കഴിഞ്ഞ് അടുത്ത് യഥാർത്ഥത്തിൽ വരേണ്ടത് സുശീമനാണ്. എന്നാൽ അദ്ദേഹത്തെ വകവരുത്തിക്കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള അശോകൻ വന്നത്. അശോകനാണ് അപ്പൊ അടുത്ത ഭരണാധികാരി. അപ്പൊ നമുക്ക് അടുത്ത അശോകനെ കുറിച്ച് നോക്കാം. അശോക ചക്രവർത്തിയെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി, ശോകം ഇല്ലാത്തവനാരോ അതാണ് അശോകൻ. അതുകൊണ്ട് തന്നെ ശോകമില്ലാത്തവനെ എല്ലാ ദേവന്മാർക്കും പ്രിയമല്ലേ. അപ്പൊ അദ്ദേഹം അറിയപ്പെടുന്ന മറ്റു പേരാണ് ദേവനാം പ്രിയൻ, പ്രിയദർശി രാജ എന്നൊക്കെ അറിയപ്പെടുന്നത് അശോകനാണ്. ശോകമില്ലാത്ത ഒരാളോട് എല്ലാവർക്കും പ്രിയമായിരിക്കും എന്ന് ചുമ്മാ ഓർത്താൽ മതി. അതാണ് ദേവനാം പ്രിയൻ, പ്രിയദർശി രാജ എന്നീ പേരുകൾ അറിയപ്പെടുന്നത്. എന്നാൽ അശോകന്റെ തലസ്ഥാനവും പാടലി പുത്രം തന്നെയാണ്. എങ്കിൽ മഗധയുടെ രാജാവ് എന്ന് സ്വയം വിശേഷിപ്പിച്ചതും അശോകനാണ് എന്നോർത്തോളൂ. അച്ഛൻ ബിന്ദുസാരനാണ്, അമ്മ സുഭദ്രാംഗിയാണ്. മൗര്യ സാമ്രാജ്യത്തിലെ മൂന്നാമത്തെ രാജാവായിരുന്ന അശോകന്റെ കാലഘട്ടം, പീക്ക് കാലഘട്ടം എന്ന് പറയുന്നത് BC 268 മുതൽ BC 232 വരെയാണ്. 272 ഇദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള ബിന്ദുസാരൻ മരിക്കുകയാണ്. അതിനുശേഷമാണ് വരുന്നെങ്കിലും ഇദ്ദേഹത്തിന്റെ പീക്ക് കാലഘട്ടം ഇതാണ് എന്ന് ഓർത്തോളൂ. യഥാർത്ഥത്തില് സുസിമയാണ് വരേണ്ടിയിരുന്നത്. സഹോദരനായിട്ടുള്ള സുസിമയെ വധിച്ചുകൊണ്ടാണ് അശോകൻ ഭരണത്തിലേക്ക് വരുന്നത്. അശോകൻ സുസിമയെ മാത്രമല്ല തന്റെ 99 സഹോദരങ്ങളെയും വധിച്ചു എന്നറിയപ്പെടുന്ന ശ്രീലങ്കൻ പുസ്തകമുണ്ട്. അതിന്റെ പേരാണ് മഹാവംശ. രചിച്ചത് മഹാനാമ. മഹാവംശം രചിച്ചത് മഹാനാമയാണ്. അല്ലെ, 99 സഹോദരങ്ങളെ ആ മഹാവംശത്തെ തന്നെ നശിപ്പിച്ചിട്ടാണ് അശോകൻ വരുന്നത്. അതാണ് മഹാവംശ. 99 സഹോദരങ്ങളുള്ള മഹാവംശത്തെ കൂട്ടക്കുരുതി ചെയ്തിട്ട് വന്നവൻ. അതുകൊണ്ട് തന്നെ ഒരു ശോകവും ഇല്ല. നോ ശോകം അശോകൻ. പക്ഷെ ആ ശോകം ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും ദേവന് പ്രിയമായിരുന്നു. അതാണ് ദേവനാം പ്രിയൻ, പ്രിയദർശി രാജ എന്നീ പേരുകളിലേക്ക് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ആ രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. എങ്കിൽ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള യുദ്ധമുണ്ട്, അതാണ് കലിംഗ യുദ്ധം. BC 261 നമ്മൾ പറഞ്ഞു. BC 321 ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യം ആരംഭിച്ചത്. അത് കഴിഞ്ഞ് 60 വർഷം കഴിഞ്ഞ് അശോകന്റെ കാലഘട്ടത്തിലാണ് ഫേമസ് ആയിട്ടുള്ള കലിംഗ യുദ്ധം. BC 261 321 നിന്നും 60 വർഷം കഴിയുമ്പോൾ, ഇത് ബിഫോർ ക്രൈസ്റ്റ് ആണ്. അപ്പോ വർഷം കൂടുന്നവരും താഴോട്ട് വരല്ലേ. അപ്പൊ 321 നിന്നും 60 വർഷം കഴിഞ്ഞ് BC 261 ഫേമസ് ആയിട്ടുള്ള കലിംഗ യുദ്ധം. അതും ഒരു ശോകവും ഇല്ലാത്ത അശോകന്റെ കാലഘട്ടത്തില്. ഏത് നദിക്കരയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദയാനദിയുടെ തീരത്ത് വെച്ചിട്ട്. അതുപോലെ തന്നെ സംഭവിച്ചു. ദയാനദിയുടെ തീരത്ത് വെച്ച് ഒഡീഷയിലാണ് ഈ കലിംഗ. അവിടെ വെച്ചിട്ടാണ് കലിംഗ യുദ്ധം സംഭവിക്കുന്നത്. മൗര്യ സാമ്രാജ്യത്തിൽ നിന്നും ആദ്യമായിട്ട് കലിംഗ കീഴടക്കുന്നതും അശോകനാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് യഥാർത്ഥത്തില് ദയ വന്നു. കാരണം 99 സഹോദരങ്ങളെയും കൊന്ന് ഇത്രയും കുരുതിയൊക്കെ നടത്തി രാജ്യമൊക്കെ വ്യാപിപ്പിച്ച് രക്തം കണ്ട് മടുത്ത് ദയാനദിയുടെ തീരത്തെത്തിയപ്പോഴത്തേക്കും കലിംഗ യുദ്ധ സമയത്തിന് അദ്ദേഹത്തിന് ദയ തോന്നി. അദ്ദേഹം എല്ലാം വച്ച് നിർത്തി അഹിംസയുടെ പാതയിലേക്ക് തിരിഞ്ഞു. അതിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപഗുപ്തനാണ്. സാക്ഷാൽ ശ്രീബുദ്ധന്റെ ശിഷ്യനായിട്ടുള്ള ഉപഗുപ്തൻ. കുമാരനാശാൻ കരുണയിൽ പറയുന്ന വാസവദത്ത പ്രണയിച്ച ഉപഗുപ്തൻ. വാസവദത്ത ഓരോ പ്രാവശ്യം കാണണം എന്ന് പറയുമ്പോഴും സമയമായില്ല എന്ന് പറഞ്ഞ് ഉപഗുപ്തൻ തിരിച്ചയക്കുമായിരുന്നു. അവസാനം വാസവദത്ത ശിക്ഷ അനുഭവിച്ച്, അല്ലെ, കയ്യും കാലും എല്ലാം അറ്റ് ഒരു മാംസപിണ്ഡമായി നിൽക്കുന്ന സമയത്ത്, ജീവൻ മാത്രമുള്ള സമയത്ത് ഉപഗുപ്തൻ വരും. അന്ന് ഞാൻ എന്ത് പറഞ്ഞിരുന്നാലും നീ കേൾക്കൂല, കാരണം അഹങ്കാരം നിനക്ക് തലയ്ക്ക് പിടിച്ചു കയറിയിരുന്നു, ഇനി ഞാൻ പറയുന്നത് മനസ്സിലാക്കും എന്ന് പറഞ്ഞ് ഉപഗുപ്തൻ വാസവദത്തയ്ക്ക് മോക്ഷം നൽകുകയായിരുന്നു എന്നുള്ള കഥയാണ് കരുണ. അപ്പോ ആ ഉപഗുപ്തൻ തന്നെയാണ് അശോകനെ മനുഷ്യനാക്കി മാറ്റിയതും. ആ ഉപഗുപ്തൻ, ശ്രീഗുപ്തന്റെ അരുമ ശിഷ്യനായിട്ടുള്ള ഉപഗുപ്തൻ. ആ രീതിയിൽ കണക്ട് ചെയ്യൂ.
അങ്ങനെ കലിംഗ യുദ്ധത്തിന് ശേഷം അശോകന് വന്നിട്ട് മാനസാന്തരം വന്നു. അങ്ങനെ അദ്ദേഹം അഹിംസയിലേക്ക് പോവുകയാണ്. കലിംഗ യുദ്ധത്തിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള ശിലാലിഖിതം ഏത് എന്ന് ചോദിക്കും. അതാണ് 13ാമത്തെ ശിലാലിഖിതം. അശോകനും അദ്ദേഹത്തിന്റെ ശിലാലിഖിതങ്ങളും വളരെ ഫേമസ് ആണ്, നമുക്ക് നോക്കാം. അപ്പൊ 13ാം ശിലാലിഖിതത്തിലാണ് കലിംഗ യുദ്ധത്തിനെ കുറിച്ച് പറയുന്നത്. 13 എന്നാൽ ആദ്യത്തെ 2 ഓഡ് നമ്പേഴ്സ് അല്ലേ, 1, 3. അപ്പൊ ആദ്യത്തെ 2 ഓഡ് നമ്പേഴ്സ് ഉള്ള 1, 3ലാണ് കലിംഗ യുദ്ധത്തെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നതെന്നും ഓർത്തോളൂ. അങ്ങനെ മാനസാന്തരം വന്ന അശോകൻ പ്രചരിപ്പിച്ചതാണ് പിന്നെ ധമ്മ എന്നത്. അഹിംസയ്ക്കും സമാധാനത്തിനും വേണ്ടി ധർമ്മ എന്ന് ഓർത്താൽ മതി, ധർമ്മം പ്രചരിപ്പിച്ചു അദ്ദേഹം. അപ്പൊ ധമ്മം പ്രചരിപ്പിക്കാനായി അദ്ദേഹം നിയമിച്ച ഉദ്യോഗസ്ഥന്മാരാണ് ധമ്മ മഹാമാത്രന്മാർ എന്നും ഓർത്തോളൂ. കലിംഗ യുദ്ധത്തിന് ശേഷം ചക്രവർത്തിയായ അശോകൻ സ്വീകരിച്ചത് ഹീനയാന ബുദ്ധമതമാണ്. ബുദ്ധമതം പല ടൈപ്പ് ഉണ്ടല്ലോ, ഹീനയാനം, വജ്രയാനം, മഹായാനം. അതിൽ ഹീനയാന ബുദ്ധമതമാണ് അദ്ദേഹം സ്വീകരിച്ചത്. മതങ്ങൾ നോക്കുമ്പോൾ ബുദ്ധമതത്തിലോട്ട് വരുമ്പോൾ ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇനി ഒരു ഹീനവും കൃത്യവും ചെയ്യില്ല എന്ന് പറഞ്ഞ് ഹീനയാന ബുദ്ധമതം ഉപഗുപ്തന്റെ ഉപദേശപ്രകാരം അദ്ദേഹം സ്വീകരിച്ചു എന്നും ഓർത്തോളൂ. അതിനുശേഷം 3ാമത്തെ ബുദ്ധ മത സമ്മേളനവും കണ്ടക്ട് ചെയ്യുന്നത് അശോകനാണ്. അത് BC 250 അല്ലെ, 250ലാണ്. ക്വാർട്ടർ എന്ന് ഓർത്താൽ മതി. BC 250ലാണ് അദ്ദേഹം വന്നിട്ട് 3ാം ബുദ്ധമത സമ്മേളനം അദ്ദേഹം കണ്ടക്ട് ചെയ്തത്. ബുദ്ധമതത്തിന്റെ കോൺസ്റ്റന്റൈൻ എന്നറിയപ്പെടുന്നത് അശോകനാണ്. 99 സഹോദരങ്ങളെയും കൊന്ന് കലിംഗ യുദ്ധത്തിനൊക്കെ ശേഷം പിന്നെ മാനസാന്തരം വന്ന് ബുദ്ധമതം സ്വീകരിച്ച അശോകൻ, ശോകമില്ലാത്ത ആൾ അശോകൻ, അദ്ദേഹമാണ് ബുദ്ധമതത്തിന്റെ കോൺസ്റ്റന്റൈൻ എന്ന് അറിയപ്പെടുന്നത്. ബുദ്ധമതത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്ലാസ് തന്നെ എടുക്കാം. ഇപ്പൊ ഇത്രയും നോക്കിയാൽ മതി. എങ്കിൽ ഇദ്ദേഹത്തിന്റെ കാലത്തിന് ശേഷം ശ്രീലങ്കയില് ബുദ്ധമതം പ്രചരിപ്പിക്കാനായിട്ട് ഇദ്ദേഹത്തിന്റെ മക്കൾ പോകുന്നുണ്ട്. ആ മക്കളുടെ നാമമാണ് സംഘമിത്രയും മഹേന്ദ്രനും. ഇങ്ങനെ ഓർത്താൽ മതി. മഹേന്ദ്ര ജീപ്പൊക്കെ കണ്ടിട്ടില്ലേ, അതിൽ സംഘമായി ഇദ്ദേഹത്തിന്റെ മക്കൾ പോയി ശ്രീലങ്കയിലേക്ക്. അതാണ് സംഘമിത്ര മഹേന്ദ്രൻ. ആ രീതിയിൽ കണക്ട് ചെയ്തോളൂ. എങ്കിൽ അശോകന്റെ ശിലാശാസനങ്ങളാണ് ഈ നോക്കേണ്ടത്. ശിലാശാസനം ഏത് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാകൃത ഭാഷ, ബ്രഹ്മി ലിപി എന്ന് ഓർത്തോളൂ. പ്രാകൃത ഭാഷയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ശിലാശാസനങ്ങൾ എഴുതിയത് ആര്? അത് അശോകനാണ്. അശോകന്റെ ലിഖിതങ്ങൾ ആദ്യമായി വായിച്ചെടുത്തത് ആര് എന്ന് ചോദിക്കും. അത് ബ്രിട്ടീഷ് ചരിത്രകാരനായിട്ടുള്ള ജെയിംസ് പ്രിൻസിപ്പ് ആണ്. അത് വായിച്ചെടുക്കാൻ ബ്രിട്ടീഷിൽ നിന്ന് അവിടെയുള്ള പ്രിൻസിപ്പിൾ തന്നെ വരേണ്ടി വന്നു. അതാണ് ജെയിംസ് പ്രിൻസിപ്പിൾ എന്ന് ഓർത്താൽ മതി. അത് ജെയിംസ് പ്രിൻസിപ്പിൾ അല്ല, ജെയിംസ് പ്രിൻസിപ്പ് അല്ലെ. സ്കൂളിലൊക്കെ ടീച്ചേഴ്സിന്റെ ഹെഡാണ് പ്രിൻസിപ്പിൾ. അപ്പൊ പ്രിൻസിപ്പളിന് ഭയങ്കര നോളജ് ആയിരിക്കും. അപ്പൊ ഈ ശിലാശാസനവും വായിക്കാനായിട്ട് പ്രിൻസിപ്പിൾ തന്നെ വരേണ്ടി വന്നു. അതാണ് ജെയിംസ് പ്രിൻസിപ്പ്. അങ്ങനെ ഓർത്തോളൂ. ശിലാശാസനങ്ങൾ എത്ര ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14 ശിലാശാസനങ്ങളാണ് ഉള്ളത്. അതിൽ 13ലാണ് ഫേമസ് ആയിട്ടുള്ള കലിംഗ യുദ്ധത്തെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ളത്. എങ്കിൽ ശിലാശാസനം 1 എന്താണ് പ്രതിപാദിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മൃഗബലിയെ നിരോധിച്ചതിനെ കുറിച്ചിട്ടാണ് പ്രതിപാദിപ്പിക്കുന്നത്. അദ്ദേഹം മൃഗസ്നേഹിയുമായി മാറി എന്നോർത്താൽ മതി. അപ്പൊ ആദ്യം പറയുന്നത് തന്നെ ഇനി മൃഗങ്ങളെ തുടരുത്, മൃഗബലി നിരോധിച്ചിരിക്കുന്നു. രണ്ടാമത്തേല് മനുഷ്യർക്കും മൃഗങ്ങൾക്കുമുള്ള ചികിത്സാ സൗകര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നു. പിന്നെ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളായ ചോള, പാണ്ഡ്യ, സത്യപുത്ര, കേരളപുത്ര രാജ്യങ്ങളെ കുറിച്ചും പരാമർശിക്കുന്നു. അങ്ങനെ കേരള 2ൽ തന്നെ മെൻഷൻ വന്നു എന്നോർത്തോളൂ. കേരളത്തെ കുറിച്ച് യഥാർത്ഥത്തിൽ പരാമർശിക്കുന്നത് 2ലുണ്ട്, 13ലുണ്ട്. അപ്പൊ ആദ്യമായി പരാമർശിക്കുന്നത് 2ലാണ്. അപ്പൊ 2ല് കേരളത്തിനെ കുറിച്ച് പരാമർശിക്കുന്നു, 1ല് മൃഗബലി, 2ൽ അത് മാത്രമല്ല മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഉള്ള ചികിത്സാ സൗകര്യം അവിടെ മനുഷ്യരും കൂടെ വന്നു പ്രതിപാദിക്കുന്നു. 6 ധർമ്മത്തെ കുറിച്ചിട്ടാണ് പറയുന്നതെന്ന് ഓർത്തോളൂ. 6 ധർമ്മ എന്ന് കണക്ട് ചെയ്യണം. എങ്കിൽ അശോകന്റെ യഥാർത്ഥ നാമമായിട്ടുള്ള അശോക എന്ന് എഴുതിയിട്ടുള്ള ശിലാശാസനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കും. അത് മസ്കി, ഗുർജ, നിട്ടൂർ. ബാക്കി എല്ലാത്തിലും ദേവനാം പ്രിയദർശിതാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഈ 3 ശാസ്ത്രങ്ങളിൽ മാത്രമാണ് അശോകൻ എന്ന നാമം വന്നിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത്. ഈ രീതിയിൽ ഓർത്താൽ മതി. ഒരു മാസ്കും ഇല്ലാതെ ഗർജനത്തോടെ നിട്ടൂരത്തോടെ അശോകൻ എന്ന് പറഞ്ഞു. അല്ല, മാസ്ക് എന്നാൽ മസ്കിയാണ്, ഗർജനം എന്നാൽ ഗുർജറയാണ്, നിട്ടൂരം എന്നാൽ നിട്ടൂർ. ഈ 3 ശാസ്ത്രങ്ങളിലുമാണ് അശോകൻ എന്ന നാമം ഡയറക്റ്റ് ആയിട്ട് അതിൽ പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ അശോകന്റെ 2, 13 ശിലാശാസ്ത്രങ്ങളിലാണ് കേരളത്തെ കുറിച്ച് ആദ്യമായി പരാമർശിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കേരളപുത്ര എന്നാണ് കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്നത്. എങ്കിൽ വനസംരക്ഷണം, വനനിയമം, വന്യജീവി സങ്കേതങ്ങൾ എന്നിവ ആദ്യമായി ആരംഭിച്ച രാജാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അശോകനാണ്. അദ്ദേഹം ഹിംസയെല്ലാം വെടിഞ്ഞ് അഹിംസയിലേക്ക് തിരിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് എല്ലാത്തിനോടും മാനസാന്തരം വന്നു. മനുഷ്യനോട് മാത്രമല്ല മൃഗങ്ങളോടും. അതിലെ ശാസനങ്ങളിൽ 1ൽ തന്നെ പറയുന്നത് മൃഗബലി നിരോധിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യണം. അപ്പൊ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും അദ്ദേഹം വനസംരക്ഷണവും വന്യജീവി സങ്കേതങ്ങളും എല്ലാം ആരംഭിച്ചു. കാരണം ബുദ്ധമതത്തിന്റെ കോൺസ്റ്റന്റൈൻ ആണ്. പിന്നെ വന്നിട്ട് നല്ല ഒരു വ്യക്തിയായി മാറിയ മനുഷ്യനാണ് അല്ലേ. എങ്കിൽ ശാസനങ്ങളിൽ പരാമർശിക്കുന്ന അശോകൻ ചക്രവർത്തിയുടെ പുത്രന്റെ പേരെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീവരനാണ്. ബാഹുബലിയുടെ പാട്ട് ഓർമ്മ തന്നാൽ മതി. തീവര ശാസനത്തിൽ പേരുള്ള മോൻ. അങ്ങനെ ഓർത്തോളൂ. തീവരനാണ്
ശാസനങ്ങളിൽ പേരുള്ള അശോകന്റെ പുത്രൻ. എങ്കിൽ ശ്രീലങ്കയിലേക്ക് ബുദ്ധമതം പ്രചരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മഹേന്ദ്രനും സംഘമിത്രയും. മഹേന്ദ്ര ജീപ്പില് സംഘമായി ശ്രീലങ്കയിൽ ബുദ്ധമതം പ്രചരിപ്പിക്കാനായി പോയി. ആ രീതിയിൽ ഓർത്താൽ മതി. ഇനി നോക്കാനുള്ളത് അശോകൻ നിർമ്മിച്ച സ്തൂപത്തെ കുറിച്ചിട്ടാണ്. സാഞ്ചി സ്തൂപം. സാഞ്ചി സ്തൂപം നിർമ്മിച്ചതാര് എന്ന് ചോദിക്കും. അത് അശോക ചക്രവർത്തിയാണ്. മധ്യപ്രദേശിലാണ് സാഞ്ചി സ്ഥിതി ചെയ്യുന്നത്. മധ്യത്തിൽ, സഞ്ചിയിൽ മധ്യം എന്നോർത്താൽ മതി. സഞ്ചിയല്ല, സാഞ്ചിയാണ്. മധ്യം എന്നാൽ മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. മധ്യപ്രദേശിലെ റൈസൻ ജില്ലയിലാണ് സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ശിലാനിർമ്മിതികളിൽ ഒന്നാണ് സാഞ്ചി സ്തൂപം. എങ്കിൽ നമ്മുടെ ദേശീയ മുദ്ര അശോക സ്തംഭത്തിലെ സിംഹമുദ്രയാണ് നമ്മുടെ ദേശീയ മുദ്ര. അത് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥാണ്. BC 250 അശോക ചക്രവർത്തി ബുദ്ധമത സമ്മേളനമൊക്കെ നടക്കുന്ന ആ സമയത്താണ് ഇത് സ്ഥാപിച്ചതെന്നും ഓർത്തോളൂ. അശോക സ്തംഭത്തിലെ സിംഹമുദ്ര ശ്രീബുദ്ധന്റെ പ്രഭാഷണവുമായി ബന്ധപ്പെട്ടാണ് ഈ സിംഹമുദ്ര സാരാനാഥില് സ്ഥാപിക്കുന്നത് എന്നും ഓർത്താൽ മതി. ഇതിലെ ലാസ്റ്റ് റൂളർ ആര് എന്ന് ചോദിക്കും. അത് ബൃഹത് രഥനാണ്. രാജ്യം ബൃഹത്തായപ്പോഴത്തേക്കും ഭരിച്ചത് ബൃഹത് രഥൻ. ഏറ്റവും അവസാനത്തെ രാജാവ് ഭരിക്കുമ്പോൾ സാമ്രാജ്യം ബൃഹത്താവുമല്ലോ. അപ്പൊ ബൃഹത് രഥൻ ഭരിച്ചു എന്നും ഓർത്തോളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അശോക ചക്രവർത്തിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിലെ കുറച്ച് നികുതി സമ്പ്രദായങ്ങളുണ്ട്. ജസ്റ്റ് കേട്ടിരുന്നാൽ മതി, നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് നികുതി സമ്പ്രദായത്തിനെ കുറിച്ച് നോക്കാം. അതിൽ ആദ്യം നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് ഭാഗ, പിന്നെ ബലി. ഈ രീതിയിൽ ഓർത്താൽ മതി. ബാഹുബലി എന്ന് പറയുന്ന പോലെ ഭാഗ ബലി എന്നോർത്തോളൂ. അതിൽ ഭാഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കർഷകന്റെ ഭാഗമാണ് എന്നോർത്തോളൂ. കർഷകന്റെ വരുമാനത്തിന്റെ 1/6 ഭാഗം രാജ്യത്തിന് നൽകണം എന്ന് പറയുന്നത് ഭാഗ. ബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെയുണ്ട്. പണ്ടത്തെ കാലത്ത് മതപരമായിട്ടും അല്ലാതെയൊക്കെ വന്നിട്ട് ധാരാളം ബലിയൊക്കെ നൽകി പ്രീതിപ്പെടുത്തുന്നതൊക്കെ ഉണ്ടല്ലേ. അപ്പൊ അത് വെച്ച് തന്നെ മതം, ട്രഡിഷൻ എന്ന് ഓർത്തോളൂ. ബലി എന്നാൽ റിലീജിയസ് ആൻഡ് ഓർ ട്രഡീഷണൽ ടാക്സ് കളക്ടഡ് ഫ്രം ദി പീപ്പിൾ. എങ്കിൽ ഹിരണ്യ എന്നാൽ എ ടാക്സ് പെയ്ഡ് സ്പെസിഫിക്കലി ഇൻ ക്യാഷ്. ക്യാഷായി നൽകിക്കൊണ്ടിരുന്ന ഇതാണ്, ടാക്സ് ആണ് ഹിരണ്യ. ഹിരണ്യന് ക്യാഷായി നികുതി നൽകണം എന്ന് ഓർത്താൽ മതി. എങ്കിൽ പിണ്ടക്കര എന്നാൽ വില്ലേജിലുള്ള ഗ്രൂപ്പുകൾ നൽകിക്കൊണ്ടിരുന്നതാണ് പിണ്ടക്കര. വില്ലേജിൽ ജീവിക്കണമെങ്കിൽ പിള്ളയ്ക്ക് കരം നൽകണം എന്നോർത്താൽ മതി. അത് പിള്ളയല്ല, പിണ്ട എന്നോർത്തോളൂ. പിണ്ടക്കര, പിണ്ടക്കരം എന്നൊക്കെ കണക്ട് ചെയ്താൽ മതി. എങ്കിൽ സേനാഭക്തം എന്നാൽ സേന അല്ലെങ്കിൽ സൈന്യം കളക്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ രാജ്യത്ത് നിന്നും മറ്റു രാജ്യങ്ങളിലൊക്കെ പോയി വെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കും അവിടെ ആർമി സ്റ്റേ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പൊ ആ സമയത്ത് ആർമിക്കുള്ള ചെലവിനൊക്കെ വേണ്ടിയിട്ട് ആർമി കളക്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് സേന. അതിൽ തന്നെയുണ്ട് സേന എന്നാൽ സൈന്യം. എങ്കിൽ യാത്രാവേതനം എന്ന് പറയുമ്പോഴത്തേക്കും ഒരിടത്തേക്ക് യാത്ര പോകുമ്പോഴത്തേക്കും ഇന്നുള്ള പോലെ തന്നെ ടോൾ കളക്ഷൻ ഒക്കെ അന്നും ഉണ്ടായിരുന്നു റോഡുകളിൽ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് യാത്രാവേതനം വാങ്ങിച്ചു. അതിൽ തന്നെയുണ്ട് യാത്ര പോകുമ്പോൾ ടോൾ ബൂത്ത് ഒക്കെ ഓർത്താൽ മതി. എങ്കിൽ ശുൽക്കാധ്യക്ഷ എന്നാൽ രാജ്യത്തിലെ ഓരോ വലിയ വലിയ കവാടങ്ങളിലൊക്കെ ശൂലം വെച്ചിട്ട് ആൾക്കാർ നിന്നിട്ട് ടാക്സ് വാങ്ങിക്കും എന്ന് ഓർത്താൽ മതി. യെസ്, ദ ഒഫീഷ്യൽ ഇൻ ചാർജ് ഓഫ് കളക്ടിങ് ടോൾസ് ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടീസ് അറ്റ് സിറ്റി ഗേറ്റ്സ്. രാജ്യത്തെ പ്രധാനപ്പെട്ട കവാടങ്ങളിലൊക്കെ നിന്നിട്ട് ഒഫീഷ്യൽസ് മേടിക്കുന്ന കരമാണ് ശുൽക്കാധ്യക്ഷ. അതാണ് ശൂലം വെച്ച് നിർത്തിയിട്ട് ഭടന്മാര് ടാക്സ് പിരിക്കും. ആ രീതിയിൽ ഓർത്തോളൂ. അപ്പൊ ഇത്രയുമാണ് നികുതി സമ്പ്രദായത്തിനെ കുറിച്ചിട്ട് ഓർക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് പ്രധാന ഉദ്യോഗസ്ഥർ. ഇതെല്ലാം കാണാതെ പഠിച്ച് കുത്തിക്കയറ്റി തലയിൽ വെക്കണം എന്നൊന്നും ഞാൻ പറയില്ല. ജസ്റ്റ് ഇതുപോലെ ഒരു കണക്ഷനിലൂടെ സൈഡിൽ അങ്ങ് മനസ്സിന്റെ സൈഡിൽ ഒരു നെല്ലിപ്പടികയിൽ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. പരീക്ഷയ്ക്ക് ഡീപ്പായിട്ടൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കത്തും മാർക്കും പോകത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നോക്കേണ്ടതെന്ന് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്. അതിൽ സമാഹർത്ത എന്നാൽ the most important revenue officer responsible for the assessment and collection of all tax. എല്ലാ രീതിയിലുള്ള ടാക്സുകളും കളക്ട് ചെയ്യാനായിട്ട് നിയമിച്ചിട്ടുള്ള റവന്യൂ ഓഫീസറാണ് സമാഹർത്ത. അപ്പൊ റവന്യൂ കളക്ട് ചെയ്യാനുള്ള, സമാഹരിക്കാനുള്ള ഓഫീസർ ആരോ അത് സമാഹർത്ത എന്നോർത്തോളൂ. എങ്കിൽ സന്നിധാത എന്നാൽ ദ ചീഫ് കസ്റ്റോഡിയൻ ഓഫ് ദി സ്റ്റേറ്റ് ട്രഷറി ആൻഡ് റോയൽ സ്റ്റോർ ഹൗസ്. അല്ലെ, സ്റ്റേറ്റിലെ ഗോഡൌണുകളിലൊക്കെ നിയമിച്ചിട്ടുള്ള ആളാണ് സന്നിധാത. ഗോഡൌൺ അതാണ് സ്റ്റോർ ഹൗസ്. ഗോഡൌണിലൊക്കെ നിയമിച്ചത് സന്നിധനായിട്ടുള്ള ഓഫീസർ ആരോ അത് സന്നിധാത. എങ്കിൽ രജ്ജുക എന്നാൽ അശോക ചക്രവർത്തി നിയമിച്ച ഓഫീസറാണ് ഫോർ ലാൻഡ് മെഷർമെന്റ്, സർവേയിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റിംഗ് ജസ്റ്റിസിനൊക്കെ വന്നിട്ട് അശോക ചക്രവർത്തി നിയമിച്ചതാണ് രജ്ജുക. അപ്പൊ സർവേ എടുക്കാൻ അശോകൻ നിയമിച്ചത് രജ്ജുകയെയാണ് എന്ന് ഓർത്തോളൂ. എങ്കിൽ സ്ഥാനിക എന്നാൽ ടാക്സ് കളക്ടേഴ്സ് അറ്റ് ദ ഡിസ്ട്രിക്ട് ഓർ വില്ലേജ് ഗ്രൂപ്പ് ലെവല് എന്ന് ഓർത്താൽ മതി. അല്ലെ, ഡിസ്ട്രിക്ട് അല്ലെന്നുണ്ടെങ്കിൽ വില്ലേജ് ഗ്രൂപ്പ് ലെവലിലൊക്കെ വന്നിട്ട് ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് മൗര്യ സാമ്രാജ്യത്തിലുള്ളവർ നിയമിച്ചതാണ് സ്ഥാനിക. എങ്കിൽ വില്ലേജസിൽ മേടിച്ചിരുന്ന കരത്തിന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണ്ടക്കരം എന്ന് പറഞ്ഞു. അപ്പൊ അത് മേടിക്കാനൊക്കെ വരുന്ന
ഉദ്യോഗസ്ഥൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനത്തുള്ളത് സ്ഥാനികയാണ്. എങ്കിൽ ഈ സ്ഥാനികയ്ക്ക് ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു, അതാണ് ഗോപ, ജൂനിയർ ഒഫീഷ്യൽ ഹു അസിസ്റ്റഡ് സ്ഥാനികാസ് ബൈ മെയിൻറ്റെയിനിങ് വില്ലേജ് റെക്കോർഡ്സ്, ബൗണ്ടറി ആൻഡ് സെൻസസ് ഡേറ്റ. വില്ലേജിലെ റെക്കോർഡുകളും ബൗണ്ടറീസും പിന്നെ സെൻസസ് ആൾക്കാരുടെയൊക്കെ ഡേറ്റ സൂക്ഷിക്കാനായിട്ട് ഈ സ്ഥാനികയ്ക്ക് ആ സ്ഥാനത്തുള്ള വലിയ ഓഫീസറിന്റെ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു, അതാണ് അസിസ്റ്റന്റ് ഗോപൻ എന്നോർത്തോളൂ, അതാണ് ഗോപ. എങ്കിൽ ഗ്രാമിക ഗ്രാമിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വില്ലേജിന്റെ ഹെഡ് ആയിട്ടുള്ള വ്യക്തി ആരോ അതാണ് ഗ്രാമിക, ഗ്രാമപ്രധാൻ എന്നൊക്കെ പറയുമല്ലോ, അത് തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൗര്യ സാമ്രാജ്യത്തിൽ നിന്നും നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ക്ലാസ് കണക്ട് ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണ് എന്നുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. ഈ ക്ലാസിന്റെ ഒക്കെ നോട്ട് വേണം എന്നുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. ഈ ക്ലാസിന്റെ ഒക്കെ നോട്ട് ഞാൻ അവിടെ അയച്ചേക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ദിസ് ഇസ് വിഷ്ണു ജി രഞ്ജിത്ത്. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കും.